ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇത്രയും നാൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കൺസെപ്റ്റുകളെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റിൻ്റെ ഓരോ സ്ട്രക്ചർ കാണുമ്പോഴും എങ്ങനെയാണ് ഒരു ഷോർട്ട് സൈഡിലേക്കുള്ള എൻട്രി അല്ലെങ്കിൽ ഒരു ബൈ സൈഡിലേക്കുള്ള എൻട്രി നമ്മൾ ചെറുതായിട്ടാണെങ്കിലും പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് പോലെ പഠിച്ചു പോകാം. അപ്പോൾ ഈ ചാർട്ട് കാണുമ്പോൾ തന്നെ നമ്മുടെ പ്രീവിയസ് ലെക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പല കൺസെപ്റ്റുകളും നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിനകത്ത് റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം മോർ നമ്പർ ഓഫ് കോൺഫ്ലുവൻസസ് ചാർട്ടിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് കോൺഫ്ലുവൻസസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, എങ്കിൽ പോലും ആ ചാർട്ടിൻ്റെ ഫോർമേഷൻ കാണുമ്പോൾ ആ പർട്ടിക്കുലർ ഡേറ്റിലെ ഗോൾഡിൻ്റെ ചാർട്ട് എടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന രീതിയിൽ നമ്മൾ ചാർട്ടിൽ പോയിട്ട് ഒന്നും കൂടെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഈ സെയിം സംഭവം നമുക്ക് നല്ല ഭംഗിയായിട്ട് ആ ഒരു എൻട്രി ഫോർമേഷൻ നമുക്ക് തോന്നുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ ഏകദേശം ഒരു റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റും. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. ഫ്രണ്ട്സ്, നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഒരു ലൈവ് ട്രേഡ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അതായത് ഗോൾഡിൻ്റെ ലൈവ് ചാർട്ടാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സിമ്പിളായിട്ടുള്ള ഒരു ചാർട്ട് അനലൈസിസ് നോക്കുമ്പോഴത്തേനും നമ്മളിവിടെ സെൽ ചെയ്യും. ആക്ച്വലി ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ വി ഷേപ്ഡ് റിയാക്ഷൻ 2 പ്രാവശ്യം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും ഇവിടെ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് അല്ലേ. എല്ലാ പീപ്പിളും കൂടിയാണ് ദേ ആർ ബൈയിങ് ദ പ്രോഡക്റ്റ്. പക്ഷേ ഈ ബൈയിങ് ദ പ്രോഡക്റ്റിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേനും ലിക്വിഡിറ്റിയുടെ ആക്ടിവിറ്റി എങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ ഇതായിരുന്നു ലിക്വിഡിറ്റി. ഇതൊരു ബോക്സ് വരച്ച് നോക്കുകയാണെന്ന് വിചാരിച്ചു. ഇതായിരുന്നു ലിക്വിഡിറ്റി, ഏറ്റവും ഹൈസ്റ്റ് വന്നിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ഈ ബോക്സിൻ്റെ മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്തേക്കുന്നുണ്ടോ? 1 ടൈം, 2 ടൈം, 3rd ടൈം ഇവിടെ ടാപ്പ് ചെയ്തിരിക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും പ്രൈസ് 3rd ടൈം, ഇനിയിപ്പോൾ പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയറിഷ് ആയിട്ടുള്ള വരാൻ വേണ്ടിയിട്ടാണ് പ്രൈസിൻ്റെ ആക്ടിവിറ്റി വരാൻ പോകുന്നത്. അപ്പോൾ 3rd ടൈം ടാപ്പ് ചെയ്യുമ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത്, ഇവിടെ നിന്ന് ഒരു ലൈൻ വരച്ച് നോക്കണം എന്ന് വെച്ചാൽ ഈ ലൈൻ കണ്ടോ. ഈ ലൈൻ വരച്ച് നോക്കുമ്പോഴത്തേനും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പ്രൈസ് ഈ വന്നിരിക്കുന്ന ഇനീഷ്യൽ പോയിന്റ് ഓഫ് ലിക്വിഡിറ്റിയുടെ മുകളിൽ ലിക്വിഡേറ്റ് ചെയ്തു. രണ്ടാമത് വീണ്ടും പ്രൈസ് അതിന് മുകളിൽ ടാപ്പ് ചെയ്യുന്നു. മൂന്നാമത് പ്രൈസ് അവിടെ ഒന്നും കൂടെ ടാപ്പ് ചെയ്യുന്നു. അപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് ഒരു ഏരിയയിൽ തന്നെ ലിക്വിഡിറ്റിയുടെ കൺസെപ്റ്റ് പ്രകാരം ടാപ്പ് ചെയ്യുന്നു. സോ ഇനി പ്രൈസ് വരുന്നതിൻ്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഒന്ന് മുകളിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ഈ ഏരിയയിലേക്ക് ഒന്നും കൂടെ വന്നതിന് ശേഷം പ്രൈസ് ടാർഗറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? നമ്മളുടെ ഈ ഇഷ്ടം പോലെ ലിക്വിഡിറ്റി ഇവിടെയുണ്ട്, ത്രോ ഏരിയയിലുണ്ട്. സോ ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തിരിക്കും. മനസ്സിലായി? അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പം ആക്ച്വലി ഇത് നല്ലൊരു സോണാണ്. ഈ ഒരു കറക്റ്റ് ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നല്ലൊരു ഏരിയ ആണ്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കി കാൻഡൽസ്റ്റിക് ഇട്ട് നോക്കുമ്പോൾ കാൻഡൽസ്റ്റിക്കിൻ്റെ ആക്ടിവിറ്റി കണ്ടോ, ഇവിടുത്തെ പ്രൈസിൻ്റെ ലിക്വിഡേഷൻ കണ്ടോ. ഈ വന്നിരിക്കുന്ന പോയിന്റിന് മുകളിൽ വീണ്ടും കയറി പ്രൈസ് ലിക്വിഡേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് പ്രൈസിൻ്റെ ആക്ടിവിറ്റി വന്നേക്കുന്നത്. ഇതാണ് ഹൈ, അതിനുശേഷം പ്രൈസിന് മുകളിൽ വന്നു. അതിനുശേഷം പ്രൈസ് താഴെ വരുന്നു. അതിനുശേഷം പ്രൈസ് അതിന് മുകളിൽ പോകുന്നു. റൈറ്റ്, ലിക്വിഡേഷനാണിത്. അതിനുശേഷം പ്രൈസ് വീണ്ടും താഴെ വരുന്നു. വീണ്ടും പ്രൈസ് എന്ത് ചെയ്യുന്നു? ഈ വന്നിരിക്കുന്ന ഇനീഷ്യൽ പോയിന്റിൻ്റെ മുകളിലാണ് വീണ്ടും ലിക്വിഡേറ്റ് ടാപ്പ് ചെയ്യുന്നത്. അപ്പം മൾട്ടിപ്പിൾ ടൈംസ് ഒരു ഏരിയയിൽ കൂടെ തന്നെ പ്രൈസ് വരുന്നു. അതുപോലെ തന്നെ പ്രൈസിൻ്റെ റിയാക്ഷനും ഇവിടെ കാണുന്നുണ്ട്. താഴോട്ട് വി ഷേപ്ഡ് ഇതിൽ വരുന്നുണ്ട്. അപ്പം പ്രൈസ് ഹയർ ദ ചാൻസ് ഇറ്റ് വിൽ കം ഡൗൺ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു സെല്ലിങ്ങിൻ്റെ കൂടുതൽ കൂടണ്ട. ഇപ്പം ഈ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പം വി ഷേപ്ഡ് റിയാക്ഷൻ വന്നതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഈ പ്രൈസിൻ്റെ ബോട്ടം പ്രൈസ് വന്ന് ക്ലോസ് ചെയ്യുമ്പം ഇറ്റ് ഈസ് ഷോയിങ് അസ് ദാറ്റ് മാർക്കറ്റ് ഈസ് ടേണിങ് ബെയറിഷ് സിഗ്നലിലേക്ക് ടേൺ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 3 മിനിറ്റിൻ്റെ സ്ട്രക്ചറിലാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ബെയറിഷിലേക്ക് ടേൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി പ്രൈസ് വിൽ കം ബാക്ക് ആൻഡ് മിറ്റിഗേറ്റ് വൺസ് അഗൈൻ. ആ സമയത്ത് നമ്മൾ ഇവിടുന്ന് ഷോർട്ട് പൊസിഷൻ എൻട്രിയിലേക്ക് കയറും. അപ്പം ഇവിടുത്തെ ലിക്വിഡേഷൻ കംപ്ലീറ്റ്ലി കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് പിന്നെ ടാർഗറ്റ് പെട്ടെന്ന് നമുക്ക് താഴേക്ക് ആ ഒരു മാസീവ് റെഡ് ക്യാൻഡിൽ വരുന്ന സമയത്ത് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഐഡിയ. സോ ഇനിയിപ്പോൾ പ്രൈസ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്യുമ്പോഴത്തേനും ഇവിടെ ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു പോയിൻറ്റിൻ്റെ മുകളിൽ, അതായത് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ ഉണ്ടല്ലോ, ഇവിടെ ഇതാണ് ഈ ക്യാൻഡിലിൻ്റെ ട്രേഡ് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ട്രേഡ് വേണ്ട, ഇവിടെയാണ് അത്. അപ്പോൾ ഈ ലൈൻ നമുക്ക് ആവശ്യമില്ല. ഈ ലൈനാണ് നമ്മളുടെ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതിന് മുകളിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സിറ്റ്, അല്ലെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ ഇതാണ് പദ്ധതി. അപ്പോൾ ഇതിൻ്റെ ലിക്വിഡേഷൻ്റെ പ്രോസസ്സ് മനസ്സിലായല്ലോ. ഈ പ്രൈസ് നമ്മളിങ്ങനെ ഒരു ലൈൻ വരച്ച് നോക്കുകയാണെങ്കിലും എങ്ങനെയാണ് പ്രൈസ് പോകുന്നത്, അതിന് മുകളിൽ മൾട്ടിപ്പിൾ ടൈംസ് ലിക്വിഡേറ്റ് ചെയ്യുന്നുണ്ടോ. അപ്പം ആ ലിക്വിഡേറ്റ് ചെയ്തേക്കുന്ന മൂവ്മെൻറ്റാണ് നമ്മളെ സംബന്ധിച്ച് ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സർട്ടൺ ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ കാണിക്കാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ ഇനി പ്രൈസ് ഇതായിട്ട് വരുമ്പോൾ അതിൻ്റെ മൊമെൻറ്റം കാണിക്കുന്നത് ആക്ച്വലി ഇതിന് ബോട്ടം പ്രൈസ് ഒരു 3 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ ബോഡി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷോയിങ് ബെയറിഷ് മൊമെൻറ്റം. അല്ലെങ്കിൽ നമുക്കിവിടെ ഈ ഒരു സെല്ലിംഗ് സൈഡിലേക്കുള്ള എൻട്രി നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഈ ലൈന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോൾ
നമുക്ക് വിൽ ബി ഗെറ്റിംഗ് ഇൻ ദ എൻട്രി. ഇവിടെ ആക്ച്വലി വന്നിട്ടില്ല ഇത്. അപ്പോൾ ഇതാണ് ലോജിക്ക് ആക്ച്വലി. അപ്പോൾ നമുക്ക് ഈ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് നോക്കാം പ്രൈസിൻ്റെ ബിഹേവിയർ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് നോക്കാം. സോ ഇതിൽ ഗോൾഡ് ലൈവ് ചാർട്ടാണ്. ആക്ച്വലി നമ്മൾ ഈ ലൈവ് മാർക്കറ്റ് നോക്കുമ്പം ഇതൊരു എഡിറ്റഡ് വീഡിയോ ഒന്നും അല്ല. ആക്ച്വലി ഇവിടുത്തെ ഈ ടൈം സ്റ്റാമ്പ് നോക്കിയാൽ മതി. 16, 22, 20 ഈ സെക്കൻഡ്സ് വരെ മൂവ് ചെയ്യുന്ന നമുക്ക് കറക്റ്റായിട്ട് കാണിക്കാം. എഡിറ്റഡ് വീഡിയോയിൽ നമുക്ക് ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അത്രമാത്രം പ്രൊഫഷണൽ എഡിറ്റേഴ്സൊക്കെ വേണം ഇങ്ങനെ ഇത് കറക്റ്റായിട്ട് അവിടെ കൃത്യം ടൈം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ. നമ്മളിപ്പം ഇത് ഫെയിലായാലും വിനായാലും റെക്കോർഡിങ് അങ്ങോട്ട് വെച്ചേക്കും, അത്രേ ഉള്ളൂ. അപ്പം കുറച്ച് നേരം നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആപ്പ് ചെയ്യാം. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പം 16, 22 കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുമ്പോൾ വീണ്ടും പറയാം. മെയിൻ ടൈം നമ്മൾ നാസാക്കിൽ ഒരു എൻട്രി എടുത്തേക്കുന്നു. അപ്പോൾ നാസാക്കിൽ എൻട്രി എടുത്തേക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇവിടെ ലോട്ട് ഓഫ് പാർട്ടിസിപ്പൻസ് അല്ലേ. ഈ ഒരു ബോക്സിനകത്ത് നോക്കുകയാണെങ്കിൽ തന്നെ എന്തോരം പാർട്ടിസിപ്പൻസ് ഇവിടെ കിടക്കുന്നു. അപ്പോൾ അവരെ മുഴുവനും പ്രൈസ് സെല്ലിംഗ് എന്നോർത്ത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അവരെ മുഴുവൻ ലിക്വിഡേറ്റ് ചെയ്താൽ ഈ മാർക്കറ്റ് സിമ്പിളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു എൻട്രി പോയിന്റിലാണ്. ഇതും ലൈവ് മാർക്കറ്റാണ്. 11:25 ടൈം ഇൻ ന്യൂയോർക്ക്. ടൈം ഇൻ 11:25 AM. സോ നമ്മൾ ഇവിടെ നോക്കുന്നത് ഈ ഒരു പോയിന്റാണ്. അപ്പോൾ ഇവിടുത്തെ ലോട്ട് ഓഫ് ലിക്വിഡിറ്റി ഉണ്ട്, ഹയർ സൈഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് മാർക്കറ്റ് ഇവിടെ നിന്ന് അത് ഇത് ചെയ്യും. അപ്പോൾ നമ്മുടെ ഐഡിയ പ്രകാരം ഇവിടെ എൻട്രി കിട്ടിയില്ല, ഗോൾഡിൻ്റെ എൻട്രി മിസ്സായി. ആക്ച്വലി ഇതൊന്നും കൂടെ ഒന്ന് സ്വീപ്പ് ചെയ്യണം. മിസ്സായിട്ടില്ല. ആക്ച്വലി ഇതിന് താഴെ ബോട്ടം പ്രൈസ് ക്ലോസ് ചെയ്യുമ്പോൾ പ്രൈസ് വിൽ കം ബാക്ക് അഗെയിൻ. അതാണ് ഇവിടുത്തെ ഐഡിയ. അപ്പോൾ ഇവിടെ നമുക്ക് ബെയറിഷ് നമുക്ക് കറക്റ്റായിട്ടുള്ള കൺഫർമേഷൻ അപ്പോൾ കിട്ടുകയും ചെയ്യും. രണ്ടാമത് വരുന്ന മിറ്റിഗേഷന് ഹയർ ദ ചാൻസ് നമുക്ക് പേടിയില്ലാതെ എൻട്രി ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇവിടുത്തെ നാസാക്കിൻ്റെ എൻട്രി എന്ന് പറയുന്നതാണ്. നാസാക്കും ലൈവ് മാർക്കറ്റാണ്. സീരിയൽ ടൈം 11:26, ഇത് 16:26. സോ ഇവിടെ നാസാക്കിൽ എൻട്രി എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുന്നത്, ഇതൊരു പുൾ ബാക്ക് ക്യാൻഡിലാണ് ഇത് അല്ലേ. ആ പുൾ ബാക്ക് ക്യാൻഡിലിൻ്റെ ബോട്ടം ഇത് ഓൾറെഡി ലിക്വിഡ് ഈ ഒരു കംപ്ലീറ്റ് ഏരിയ എന്ന് പറയുന്നത് ആക്ച്വലി ഇത്ര ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു പുൾ ബാക്ക് ക്യാൻഡിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ട് അതിനൊരു ഫ്യൂൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ് പ്രൈസ് മുകളിലേക്ക് പോയേക്കുന്നത്. അപ്പോൾ ഇനി തിരിച്ചു വരുമ്പം ഇതിൻ്റെ ബോഡി ലെവലിൽ നമുക്ക് എൻട്രി നോക്കാം, ഇതിൻ്റെ ബോട്ടം ലെവലിൽ എക്സിറ്റ് നോക്കാം. അങ്ങനെ അപ്പോൾ കുറച്ചൊരു ഇത് സ്റ്റോപ്പ് ചെയ്യാണ്. കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് നോക്കാം. ഇപ്പോൾ സമയം 11:27, ഇവിടെ സമയം 16:27. ഓക്കെ. ഇപ്പം ഗോൾഡിൻ്റെ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചേക്കുന്നത്, ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ക്യാൻഡിൽ അതിൻ്റെ ബോട്ടം ക്ലോസ് ചെയ്തു. അപ്പോൾ പ്രൈസ് നേരെ മുകളിലോട്ട് വരുന്നുണ്ട്. അപ്പം വരുന്ന വരെ നമ്മൾ ഇവിടെ ഈ ഒരു എൻട്രി ഏരിയ വെച്ചിട്ട് വീണ്ടും എൻട്രി എടുക്കും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈ ഒരു ഇനീഷ്യൽ പോയിന്റ് ഓഫ് ലിക്വിഡിറ്റിയുടെ തൊട്ട് താഴെയാണെന്നും നമുക്ക് പ്രൈസ് എൻട്രിയിലേക്ക് കയറാനും പറ്റും. അതൊന്ന്. അപ്പോൾ ഇവിടെ ഈ ലൈൻ നമുക്ക് കളയാം. ഇനിയിപ്പം ഇവിടെ നാസ്ഡാക്ക് ഈ പറഞ്ഞ പോലെ പ്രൈസ് ഇതിന് മുകളിൽ വന്നിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്ത് കളയും. സിമ്പിളായിട്ടുള്ളൊരു അനലൈസിസാണ്. ലോട്ട് ഓഫ് പാർട്ടിസിപ്പൻസ് ആർ ദെയർ. നമുക്ക് മാർക്കറ്റിൻ്റെ അനലൈസിസ് നോക്കുമ്പോൾ സിമ്പിളായിട്ട് നോക്കുമ്പോൾ പ്രൈസ് വീണ്ടും ഒരിക്കലും നമ്മളിങ്ങനെ ഹയർ റേറ്റിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് നമുക്ക് സെല്ല് ചെയ്യാൻ കൂടാന്ന് ഒരിക്കലും വിചാരിക്കരുത്. പ്രൈസ് നേരെ താഴോട്ട് വരും. ഇനീഷ്യൽ പോയിന്റ് ഓഫ് സെല്ലിങ്ങിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൂടരുത് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ പ്രൈസിന് മേളിലോട്ട് കയറി വരും. അതിനുശേഷം അപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടുത്തെ പ്രൈസ് ആക്ടിവിറ്റി കണ്ടതിന് ശേഷം നമുക്ക് വീണ്ടും സെല്ല് ചെയ്യണമെങ്കിൽ അന്നേരം കൂടാം. ഗോൾഡ് തന്നെ താഴോട്ട് പോകുന്നു, വീണ്ടും കയറി വരുമെന്ന് ഓർത്ത്, പക്ഷേ വന്നില്ല. ഇവിടെ സെല്ലിങ് വന്നിട്ട് വീണ്ടും ഒന്നും കൂടെ കയറി വരണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രേഡിങ്ങിൻ്റെ ആകെ മൊത്തം തുകയാണ് ഇപ്പോൾ ഈ ചാർട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമുക്കിവിടെ ഗോൾഡിൻ്റെ എൻട്രി മിസ്സാവുകയും ചെയ്തു. എക്സാക്ട്ലി ടാർഗറ്റിംഗ് ഹിറ്റ് ചെയ്തു. ആക്ച്വലി ആ ഒരു ബൈയിങ് സൈഡും കൂടെ വന്നതിന് ശേഷം താഴേക്ക് ഒരു പറഞ്ഞ പെർഫെക്റ്റ് സെറ്റപ്പ് ആയിരുന്നു. കാരണം അങ്ങനെ കിട്ടിയാൽ മതി എന്ന് ഓർത്ത് ഞാൻ ഇരിക്കുകയായിരുന്നു. പക്ഷേ അതിന് മുന്നോടിയായി തന്നെ പ്രൈസ് പെട്ടെന്ന് താഴോട്ട് വന്ന് നമ്മൾ എക്സാക്ട്ലി ഡ്രോ ചെയ്ത് വെച്ചിരിക്കുന്ന ടാർഗറ്റെ വന്ന് ഹിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം ഇവിടെ ഈ ഒരു സെറ്റപ്പിൽ ഇപ്പോഴും ലൈവ് നടന്നുകൊണ്ടിരിക്കുക മാർക്കറ്റ് ഉണ്ടോ ഗോൾഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ഗോൾഡിൻ്റെ ചാർട്ടിനകത്ത് പറയുമ്പം ടാർഗറ്റ് എവിടെയായിരിക്കും നമുക്ക് ഏകദേശം മാർക്ക് ചെയ്തേക്കുന്നതിൻ്റെ കണ്ടോ, അത് കറക്റ്റായിട്ട് വന്ന് പെനിട്രേറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ടോ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ മനസ്സിലാക്കിയിരിക്കുന്ന ഡയറക്ഷൻ അത് ഇതാണ്. പ്രോപ്പറായിട്ടുള്ള എൻട്രി സെറ്റപ്പിൽ നമുക്ക് എക്സാക്ട്ലി ടാർഗറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. കൃത്യമായി ടാർഗറ്റ് വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സിൽ കയറി പോകുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു. മാസസ് ആർ ഹിയർ അല്ലേ, ബിലോ ദിസ്. അപ്പം അതുകൊണ്ടാണ് ഇതിനകത്തെ ബേസിക് ആയിട്ടുള്ള റീസൺ. പിന്നെ ഇന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ നമ്മൾ ഓരോ ഡിസിഷൻ ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഐഡിയാസ് കിട്ടുമ്പോൾ നമുക്കറിയാൻ പറ്റും ഏകദേശം എവിടെയാണ് മാർക്കറ്റിൻ്റെ പൊസിഷണൽ പ്ലേസിങ് വരുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും അല്ലേ. അതൊന്നാമത്തെ കാര്യം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കിയെടുക്കുന്നത്. എൻട്രി കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല. ബട്ട് വേറെ മാർക്കറ്റ് നമ്മളെ ആ ഒരു ഫുട് പ്രിൻറ്റ് ഇട്ടിട്ട് കാണിച്ച് തന്നോ ഇല്ലയോ എന്നുള്ളതാണ്. ലൈവ് മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞ് ഇവിടെ നമ്മുടെ ആ വി ഷേപ്പ് റിയാക്ഷൻ ഇതിന് മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന സെല്ലിംഗ് പൊസിഷൻ എങ്ങനെ എടുക്കണം എന്നുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം ആ വീഡിയോയ്ക്ക് ശേഷമായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പ്രത്യേകം അതിനകത്ത് പറയുന്നുണ്ട്, ഡോണ്ട് ബി ആൻ എയർലി സെല്ലർ
എയർലി സെല്ലർ നമുക്ക് സെല്ലിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് പൊസിഷനിൽ തന്നെ സെല്ലിങ്ങിൻ്റെ കൂട്ടത്തിൽ കൂടുമ്പോൾ അത് കണ്ട ലിക്വിഡേറ്റ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ കൂടരുത്. വേറെ ഒരു സെല്ലിംഗ് വന്നു, രണ്ടാമത്തെ സെല്ലിംഗ് വന്നു, പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നു. അതിനുശേഷം നമ്മൾ ഡിസൈഡ് ചെയ്യുക സെല്ലിങ്ങിന് വേണോ വേണ്ടേ എന്നുള്ളത്. അതിനുശേഷം നമ്മൾ അടുത്ത സെല്ലിംഗ് വന്നതിന് ശേഷം അത് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോഴത്തേനും നമ്മൾ കറക്റ്റായിട്ടുള്ള എൻട്രി പൊസിഷനിൽ കയറുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇവിടെ ഇത് കറക്റ്റായിട്ട് വരച്ച് വെച്ചത്. ഓക്കെ, നോ കമ്മിങ് ബാക്ക് ടു ദ ചാർട്ട്. നമ്മുടെ ഡോളറിൻ്റെ ഇത് നാസ്ഡാക്കിൻ്റെ ചാർട്ടിൽ നമ്മൾ എൻട്രി മാർക്ക് ചെയ്ത് വെച്ചു. ആ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന എൻട്രി ഇവിടെ വെച്ചാണ് നമ്മൾ ആക്ച്വലി എൻട്രി എടുക്കുന്നത്. അവിടെ നിന്ന് മാർക്കറ്റ് നേരെ കറക്റ്റ് നമ്മൾ ആ സ്കാൽപ്പിങ്ങിനുള്ള പൊസിഷൻ ഇവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഉണ്ടോ, കറക്റ്റായിട്ട് ഇത്ര ആ മിറ്റിഗേഷൻ നടക്കുന്നുണ്ടോ സ്കാൽപ്പിംഗ് എൻട്രി ചെയ്യുമ്പോൾ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് വേണമെങ്കിൽ എക്സിറ്റ് ആവും. പക്ഷേ ഇത് ഞാൻ ആക്ച്വലി ലോസ് ബുക്ക് ചെയ്ത് പോയി. അപ്പം കാരണം എനിക്കത് ഫുൾ ടൈം മാർക്കറ്റ് വാച്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഓൾറെഡി സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ബോട്ടം പ്രൈസ് ടാപ്പ് ചെയ്തപ്പോൾ ഓൾറെഡി ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആയി, നോ പ്രോബ്ലം. പക്ഷേ ഞാൻ അപ്പോഴും പറയുന്നുണ്ടായിരുന്നു, ഈ ടാർഗറ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്തപ്പോൾ നമ്മൾ ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു ഇതിന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്തിരിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? ബിക്കോസ് നമ്മളിവിടെ നോക്കുമ്പം എവിടെയാണ് മാസസ് എവിടെയാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്? മാസസ് എൻ്റർ ചെയ്തിരിക്കുന്നത് ഈ ഒരു പൊസിഷനിലാണ് അല്ലേ. അപ്പോൾ അത് ലിക്വിഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കം ലൈക്ക് എ ഷാർക്ക് ആൻഡ് ക്ലിയർ ഇറ്റ് ഓഫ്, ദാറ്റ്സ് ഇറ്റ്. സോ നമ്മൾ ആ ഒരു പ്രീവിയസ്ലി അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയുന്നുണ്ട് അല്ലേ, പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക് 1 time, 2 time, 3 time ആൻഡ് ലിക്വിഡേറ്റഡ് ഡീപ് പെനിട്രേഷൻ. ദെൻ ഇറ്റ് വിൽ. അപ്പം എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? ഇവിടുത്തെ പ്രോഡക്റ്റ് ഈസ് ക്രിയേറ്റഡ്. ദെൻ വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ക്രിയേഷൻ ഓഫ് പ്രോഡക്റ്റ്? എന്താണ് ഈ ഒരു ബെയറിഷ് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്തു. സോ എവിടെയായിരിക്കും അതിൻ്റെ നമ്മളുടെ മാസസ് എവിടെയായിരിക്കും? പൊസിഷണൽ പ്ലേസിങ് ഇതിന് മുകളിലായിരിക്കും. സോ ഇറ്റ് വിൽ കം ലൈക്ക് ദിസ് 1 time, 2 time, 3 time, ഫിനിഷ്. ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പ്രീവിയസ്ലി വന്നിരിക്കുന്ന വീഡിയോയ്ക്കകത്ത്. അണ്ടർസ്റ്റുഡ്? ദെൻ ദ റിയൽ മൂവ് വിൽ കം. അണ്ടർസ്റ്റാൻഡ്? ദിസ് ഈസ് ദ ടെക്നിക്ക് ഓഫ് മാർക്കറ്റ്. അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എൻ്റെ എൻട്രി ഇവിടെ ലോസായി പോയതോ പ്രോഫിറ്റ് ആയി പോയിട്ടുള്ളതോ അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും സംടൈംസ് ഇതിനകത്ത് വെരി ബാഡ് കമൻറ്റ്സ് നമ്മുടെ ചാനലിൽ വരുന്ന കാണാൻ പറ്റും. ദേ ആർ നോട്ട് എംബ്രേസിങ് ഐഡിയാസ് അല്ലേ. അപ്പം ഈ ബാഡ് കമൻറ്റ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇഫ് യു ആർ നോട്ട് ഓപ്പൺ അല്ലേ, നിങ്ങളൊരു ഓപ്പൺ മൈൻഡോടുകൂടി അല്ല ഇതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യത്തെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ നോട്ട് ഗോയിങ് ടു ബെനിഫിറ്റ് എനിത്തിങ്. സോ ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും റീസൺ ഉണ്ട്. ബിക്കോസ് മാർക്കറ്റ് ലൈവ് ഇവിടെ നമ്മുടെ അമേരിക്കൻ മാർക്കറ്റും ഇത് കോമറ്റ് മാർക്കറ്റും ഇവിടെ ഇത് ഗോൾഡിൻ്റെ മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ്സ് ആൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ്, ഇറ്റ്സ് നോട്ട് ഇന്ത്യൻ മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് എക്സ്പെക്റ്റഡ് മൂവ്മെൻറ്റ് ഓർ അതിൻ്റെ പ്രൈസിൻ്റെ മെക്കാനിസം എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. സോ ദ റിയൽ മൂവ് വരുന്നു എന്ന് പറയുമ്പോഴത്തേന് ആ ഒരു റിയൽ മൂവ് വരാൻ പോകുന്നതിന് മുന്നേ തന്നെ ഇറ്റ് വിൽ കം ലൈക്ക് എ ഷാർക്ക്. ഇതുപോലെ 1 time, 2 time, 3 time കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ നാച്ചുറലി എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും ഇതിന് മുകളിൽ പ്രൈസ് കയറി ടാപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ അവിടെ വെച്ച് സെല്ല് ചെയ്യേണ്ട കാര്യമില്ല. സോ ഇതാണ് മാർക്കറ്റിൻ്റെ റിയൽ ഡൈനമിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പുൾ ബാക്ക് നമ്മൾ ബോട്ടം പ്രൈസ് ഇത് വെച്ചേക്കുന്നു. പ്രൈസ് പുൾ ബാക്ക് നമുക്ക് എപ്പോഴും ഓപ്പർച്യൂണിറ്റി കിട്ടും. നമുക്ക് പേഷ്യൻസോടുകൂടി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ പുൾ ബാക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുൾ ബാക്ക് സ്വീപ്പ് ചെയ്തതിന് ശേഷം ഈവൻ ഓൺ എ 3 minute സ്ട്രക്ചർ മാർക്കറ്റിൻ്റെ എക്സ്പെക്ടേഷണൽ ഓർഡർ ഫ്ലോ നമ്മളെ സംബന്ധിച്ച് ഷുഡ് ബി കൗണ്ടർ ഓർഡർ ഫ്ലോ അല്ലേ, ബുള്ളിഷ്. അപ്പം ബുള്ളിഷിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ നമ്മളെ സംബന്ധിച്ച് എന്താണ് കാണുന്നത്? എ ഹൈ ഈസ് ക്രിയേറ്റഡ്, പിന്നെ എ ലോ ഈസ് ക്രിയേറ്റഡ്. അതിൻ്റെ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുന്നു, പ്രൈസ് നേരെ താഴെ വരുന്നു, സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ തേർഡ് പൊസിഷൻ ലിക്വിഡേറ്റ് ചെയ്യുന്നു, പ്രൈസ് പിന്നെ മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു. സോ സംഹൗ ഇവിടെ നമുക്ക് ആ ഒരു എൻട്രി ഫോർമേഷൻ ഏകദേശം നമുക്ക് കാണിക്കുന്നുണ്ട്. സോ നമുക്ക് 100% ടെസ്റ്റഡ് പ്രൂവൺ സ്ട്രാറ്റജീസ് ഒന്നും ലോകത്തിൽ ഒരിടത്തുമില്ല. ഈവൻ ദെൻ ഇങ്ങനെ നമ്മൾ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയിൽ പോലും ഈ കാൻഡിൽസ്റ്റിക് വൈസിൽ നമ്മളിവിടെ നോക്കി കഴിയുമ്പോഴത്തേനും വാട്ട് ഈസ് ദ നരേറ്റീവ് ദാറ്റ് യു ആർ ഗെറ്റിംഗ്? എന്ത് നരേറ്റീവാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇഫ് ഇറ്റ് ഈസ് ഓൺ എ സെല്ലിംഗ് സൈഡിലേക്ക് നമ്മളിവിടെ വെച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ? ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡൂയിങ് ഓൾ ത്രൂ ഔട്ട് ദീസ് ഇയേഴ്സ് അല്ലേ. 4 സെല്ലിംഗ് ക്യാൻഡിൽ കാണുമ്പോഴത്തേനും യു ആർ പാർട്ടിസിപ്പേറ്റിംഗ് വിത്ത് സെല്ലിംഗ് ക്യാൻഡിൽ. എന്നിട്ട് പറയും ഇത് മുഴുവൻ ബെയറിഷാണ്, പ്രീമിയം റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്, ഇത്രയും കയറിയതല്ലേ, ഇത് ഗ്യാപ്പ് ഓപ്പൺ ആണ്, ഇവിടെ നേരെ മാർക്കറ്റ് താഴോട്ട് വരും, വന്നോ മാർക്കറ്റ്? ഇറ്റ് വിൽ നോട്ട് ബിക്കോസ് മാർക്കറ്റിൻ്റെ നരേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഫോം ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അല്ലാതെ നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം നമുക്ക് മാർക്കറ്റിൻ്റെ ആ ഒരു പ്രൈസ് മൂവ്മെൻറ്റിൻ്റെ മെക്കാനിസം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ്. ആ ഒരു മൂവ്മെൻറ്റിൻ്റെ മെക്കാനിസം മനസ്സിലാക്കിയെടുക്കണം. യു ഷുഡ് നോ വാട്ട് ഈസ് സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ. വാട്ട് ഈസ് ഇഫ് യു വാണ്ട് ടു നോ യുവർ എക്സ്പെക്ടേഷണൽ ഓർഡർ ഫ്ലോ, യു ഷുഡ് നോ വാട്ട് ഈസ് സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ. ദാറ്റ് ഈസ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ഇൻ ദ നമ്മുടെ ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. യു ഷുഡ് നോ നെക്സ്റ്റ് വൺ ദ ലിറ്റിൽ സോങ്. അതിൻ്റെ മെക്കാനിസം എന്താണ്, എങ്ങനെയാണ് ലിക്വിഡേഷൻ പ്രോസസ് നടക്കുന്നത് അല്ലേ. ഡീകോഡി മാർക്കറ്റ് സീരീസ് 1 to 20 പ്ലേലിസ്റ്റിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മാർക്കറ്റ് സ്ട്രക്ചറിനകത്ത് എങ്ങനെയാണ് ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യുന്നത് മാർക്കറ്റ്. ഈ ഒരു എൻട്രി ഫോർമേഷനകത്ത് മാർക്കറ്റ് സ്ട്രക്ചറിനകത്ത് എങ്ങനെയാണ് ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു ക്യാൻഡിൽ ഫോംഡ് എന്ന് പറയുന്നത് അതിനുശേഷം ഒരു റിയാക്ഷനൽ ക്യാൻഡിൽ വി ഷേപ്ഡ് റിയാക്ഷൻ ഇവിടെ ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സെല്ലിംഗ് സൈഡിലേക്ക് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. യു ഷുഡ് വെയിറ്റ്. ദാറ്റ്സ് വാട്ട് ഐ വാസ് വെയിറ്റിംഗ് ഹിയർ ബട്ട് ഡിഡ് നോട്ട് ഗെറ്റ് ദ എൻട്രി അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ എക്സ്പെക്ടേഷണൽ ഓർഡർ ഫ്ലോ കറക്റ്റായിട്ട് വരണമെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ മാർക്കറ്റ് നമ്മളിലേക്ക് മാർക്കറ്റ് വരണം.
നമ്മൾ ഇരയെ തേടി പിടിച്ചിട്ട് ഓടിച്ചെന്ന് പിടിക്കാൻ പാടില്ല. ഇര നമ്മുടെ അടുത്തേക്ക് വരണം. സി മാർക്കറ്റ് ഈസ് ലൈക്ക് പ്രേ ആൻഡ് ദാറ്റ് പ്രേ ഹാസ് ടു കം ടു യു. റിവേഴ്സൽ തിങ്കിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് മാർക്കറ്റ് ഒരു എന്താ പറയുന്നത്, ഒരു ഇരയെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേടി പിടിച്ച് പോകേണ്ട കാര്യമില്ല. ഇര നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ മാത്രമേ പറ്റുള്ളൂ. പ്രകൃതി നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിംഹം അതിൻ്റെ ഇരയെ പിടിക്കാൻ ഓടിച്ച് നടക്കുന്നത്. കിട്ടത്തില്ല ചിലപ്പം. മനസ്സിലായോ? പക്ഷേ നമ്മുടെ അടുത്തേക്ക് ഈ ഇര വന്നു കഴിയുമ്പോഴാണ്, അതാണ് മാർക്കറ്റിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിനെ മനസ്സിലാക്കുന്നത്. സോ മാർക്കറ്റിൻ്റെ ഏകദേശം ഡയറക്ഷൻ നമ്മൾ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന കൺസെപ്റ്റ് പ്രകാരം, ഞാനിപ്പം ഇതിൻ്റെ ഒരു മിനിയേച്ചർ എക്സ്പ്ലനേഷൻ തന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും അതിൻ്റെ ആ ഒരു ബ്യൂട്ടി ഓഫ് പ്രൈസ് ആക്ഷൻ, പ്രൈസ് ഡൈനാമിക്സ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഈ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുമ്പം നമുക്ക് എൻട്രി ഫോർമേഷൻസ് ഒക്കെ പലയിടത്തും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കണം, വേർ ഇസ് ദ പ്രോഡക്റ്റ് ക്രിയേറ്റഡ്? ഓക്കെ, എവിടെയാണ് മാസസ്, എവിടെയാണ് ആ പ്രോഡക്റ്റ് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ, ലിക്വിഡേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാസസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയയുടെ മുകളിൽ വീണ്ടും പ്രൈസ് ടാപ്പ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലുണ്ട്. സോ നമുക്ക് ഇവിടുന്ന് ബൈയിങ് ഓർ സെല്ലിങ്, ഇറ്റ്സ് നോട്ട് എ റെക്കമെൻഡേഷൻ ടു ബൈ ഓർ സെൽ. ഈ ഒരു എക്സ്പെക്ടേഷൻ ഓർഡർ ഫ്ലോയിൽ യു നോ വാട്ട് ടു ഡു ഹിയർ, റൈറ്റ്? അതിൽ നമ്മൾ ഇത്ര നാളും 260 വീഡിയോയിൽ കൂടെ നമ്മൾ മാർക്കറ്റിൻ്റെ ഏകദേശം ഡയറക്ഷൻ പഠിക്കാൻ പറ്റുമല്ലോ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസാണ് എൻ്റെ ഊർജ്ജം എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടിരിക്കുന്നത്. കമൻസുകൾ എഴുതുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാ വീഡിയോകളും